Salient features of Indian economy. എന്നാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ. ഇതിൽ 11 സവിശേഷതകൾ ഉണ്ട്. 1. Low per capita income. കുറഞ്ഞ പ്രതിശീർഷ വരുമാനം. 2. Disparity in income distribution. വരുമാന വിതരണത്തിലെ അന്തരം. 3. Overpopulation. അമിത ജനസംഖ്യ. 4. Predominance of agriculture. കൃഷിയുടെ ആധിപത്യം. 5. Lack of capital. മൂലധനത്തിന്റെ കുറവ്. 6. Unbalanced economic development. അസന്തുലിത സാമ്പത്തിക വികസനം. 7. Underutilized natural resources. പ്രകൃതി വിഭവങ്ങളെ പൂർണ്ണമായും ഫലപ്രദമായും ഉപയോഗിക്കുന്നില്ല. 8. Industrial backwardness. വ്യാവസായിക പിന്നാക്കാവസ്ഥ. 9. Lack of social overhead capital. സാമൂഹ്യ നീതിച്ചെലവ് മൂലധനത്തിന്റെ അഭാവം. 10. Existence of vicious circle of poverty. ദാരിദ്ര്യത്തിന്റെ വിഷമവൃത്തം നിലനിൽക്കുന്നു. 11. High rate of unemployment. ഉയർന്ന നിരക്കിലുള്ള തൊഴിലില്ലായ്മ. Indian economy is basically an underdeveloped economy. All the basic features of an underdeveloped economy can be seen in the Indian economy. These include the following features. എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനപരമായി ഒരു അവികസിത സമ്പദ്വ്യവസ്ഥയാണ്. ഒരു അവികസിത സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളെല്ലാം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ കാണാൻ കഴിയുന്നതാണ്. ഇവയിൽ താഴെ പറയുന്ന സവിശേഷതകൾ ഉൾപ്പെടുന്നു. 1. Low per capita income in India. Per capita income level is extremely low. In 1947-48 the per capita income was 230 rupees. During the project period, the standard of living of the people improved. GDP per capita is obtained by dividing the country's gross domestic product, after adjusting for inflation, by the total population. ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനതലം തീർത്തും കുറവാണ്. 1947 മുതൽ 48 വരെ കാലയളവിൽ പ്രതിശീർഷ വരുമാനം 230 രൂപയായിരുന്നു. പദ്ധതി കാലയളവിൽ ജനങ്ങളുടെ ജീവിതനിലവാരം മെച്ചപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെ പണപ്പെരുപ്പ് ക്രമീകരണം നടത്തിയതിനുശേഷം ആകെ ജനസംഖ്യ കൊണ്ടു ഹരിച്ചാൽ പ്രതിശീർഷ GDP ലഭിക്കുന്നതാണ്. 2. Disparity in income distribution. In terms of income, India has a high level of disparity. According to data provided by the National Sample Survey Organization, NSSO, only 5% of the total rural assets are held by 39% of the rural population. Meanwhile, 40% of rural assets are held by the elite 8%. വരുമാനത്തിൽ ഉയർന്ന തോതിലുള്ള അന്തരം ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO നൽകിയിട്ടുള്ള കണക്കുകൾ പ്രകാരം മുഴുവൻ ഗ്രാമീണ ആസ്തികളുടെയും 5% മാത്രമാണ് ഗ്രാമീണ ജനതയിൽ 39% കൈവശം വച്ചിട്ടുള്ളത്. അതേസമയം ഗ്രാമീണ ആസ്തികളുടെ 40% കൈവശം വച്ചിരിക്കുന്നത് ഉന്നത തലത്തിലുള്ള 8% ജനങ്ങളാണ്. 3. Overpopulation. It is a populous country. India. Population is a decisive factor influencing the nature of a country's economy. India's overpopulation poses complex problems. The growth in Indian population during 2001 to 2011 was 17.6%. ജനസംഖ്യാധിക്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു നിർണായക ഘടകമാണ് ജനസംഖ്യ. അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ ജനസംഖ്യാധിക്യം മൂലമുണ്ടാകുന്നത്. 2001 മുതൽ 2011 വരെ കാലയളവിൽ ഇന്ത്യൻ ജനസംഖ്യയിലുണ്ടായ വളർച്ച 17.6%. 4. Predominance of agriculture. Indian economy is basically an agricultural economy. More than 60% of the population is engaged in agriculture. Agriculture is the main livelihood of Indian population. 65 to 70% of the total population agriculture is the main livelihood. At the same time, the contribution of agriculture sector to GDP is only 13.9%. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അടിസ്ഥാനപരമായി ഒരു കാർഷിക സമ്പദ്വ്യവസ്ഥയാണ്. ജനസംഖ്യയുടെ 60% കൂടുതൽ കാർഷിക മേഖലയിൽ വ്യാപൃതരായിരിക്കുന്നവരാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയാണ്. ആകെ ജനസംഖ്യയുടെ 65 മുതൽ 70 വരെ ശതമാനത്തിന്റെയും മുഖ്യ ഉപജീവനമാർഗമാണ് കൃഷി. അതേസമയം കാർഷിക മേഖലയുടെ GDP-യിലേക്കുള്ള സംഭാവന വെറും 13.9% മാത്രമാണ്. 5. Lack of capital. Another key feature of the Indian economy is capital inadequacy. In terms of physical capital, India does not have sufficient capital stock to fully utilize its labor force as well as its natural resources. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ മറ്റൊരു മുഖ്യ സവിശേഷതയാണ് മൂലധനത്തിന്റെ അപര്യാപ്തത. ഭൗതിക മൂലധനത്തിന്റെ കാര്യത്തിൽ മുഴുവൻ അധ്വാനശേഷിയെയും അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെയും പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് പര്യാപ്തമായ മൂലധന ശേഖരം ഇന്ത്യക്കില്ല. 6.
Unbalanced economic development. India has not been able to achieve the goal of balanced economic growth. According to the latest statistics, 64% of the total workforce is dependent on agriculture, 16% depends on industry and 20% on trade and transport services sector. സന്തുലിത സാമ്പത്തിക വളർച്ചയെന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ അനുസരിച്ച് ആകെ തൊഴിൽശേഷിയുടെ 64% കൃഷിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്, 16% വ്യവസായത്തെയും 20% വ്യാപാര ഗതാഗത സേവന മേഖലയെയും ആശ്രയിച്ചാണ് കഴിയുന്നത്. 7. Underutilized natural resources. It has been stated that India is rich in terms of poor people. India is a country blessed with abundant natural resources. But the problem is that these natural resources are not fully utilized in terms of producing physical goods and services. The consequence of this is that people will have to live in poverty and the vicious cycle of poverty will continue year after year. ദരിദ്രജനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സമ്പന്നമാണെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ധാരാളം പ്രകൃതിവിഭവങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ്. എന്നാൽ ഭൗതിക ചരക്കുകളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഈ പ്രകൃതിവിഭവങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രശ്നം. ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരുമെന്നതാണ് ഇതിന്റെ അനന്തരഫലം. ദാരിദ്ര്യത്തിന്റെ വിഷമവൃത്തം അങ്ങനെ വർഷം തോറും സംഭവിച്ചുകൊണ്ടിരിക്കും. 8. Industrial backwardness. India has yet to make strides towards large-scale industrialization based on cutting-edge technologies. India's average annual growth rate in the industrial sector is also at a very low level. India is also experiencing shortage of basic industries and heavy industries. The backwardness of this industrial sector is also the reason behind the backwardness of the development path of the Indian economy. അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കൊണ്ടുള്ള വ്യവസായവൽക്കരണം വൻതോതിൽ നടപ്പാക്കുന്നതിന് ഇന്ത്യ ഇപ്പോഴും മുന്നേറ്റം നടത്തിയിട്ടില്ല. വ്യാവസായിക മേഖലയിൽ ഇന്ത്യയുടെ ശരാശരി വാർഷിക വളർച്ചാനിരക്കും തീരെ താഴ്ന്ന തലത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അടിസ്ഥാന വ്യവസായങ്ങളുടെയും ഹെവി വ്യവസായങ്ങളുടെയും കുറവും ഇന്ത്യ അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വികസനപാതയിൽ പിന്നാക്കം പോകുന്നതിനുള്ള കാരണവും ഈ വ്യാവസായിക രംഗത്തെ പിന്നാക്കാവസ്ഥയാണ്. 9. Lack of social overhead capital. Social capital includes industries that help other industries grow. It includes industries like railways, other means of transport, electricity and other sources of energy, telecommunications and banking. Infrastructure and today social expenditure is known as capital. മറ്റു വ്യവസായങ്ങളുടെ വളർച്ചയിൽ സഹായിക്കുന്ന വ്യവസായങ്ങളാണ് സാമൂഹ്യ നിധിച്ചെലവ് മൂലധനത്തിൽ ഉൾപ്പെടുന്നത്. റെയിൽവേസ്, മറ്റു ഗതാഗത മാർഗങ്ങൾ, വൈദ്യുതി, മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ, വാർത്താവിനിമയം, ബാങ്കിംഗ് തുടങ്ങിയ വ്യവസായങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെന്നും ഇന്ന് സാമൂഹ്യ നിധിച്ചെലവ് മൂലധനമെന്നറിയപ്പെടുന്നു. 10. Existence of vicious circle of poverty. In India, the intensity of poverty is very high. This is a natural consequence of income inequality. According to the Tendulkar Committee's estimates, 2004-05 indicate that 37.2% of Indians live below the poverty line, while 41.8% of the rural population and 25.7% of the urban population living below the poverty line. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ തീവ്രത വളരെ കൂടുതലാണ്. വരുമാനത്തിലെ അസന്തുലിതാവസ്ഥയുടെ സ്വാഭാവികമായ ഒരനന്തരഫലമാണിത്. ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ എസ്റ്റിമേറ്റുകൾ 2004 മുതൽ 05 വരെ പ്രകാരം 37.2% ഇന്ത്യക്കാരും ജീവിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്കു താഴെയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം 41.8% ഗ്രാമീണ ജനങ്ങളും 25.7% നഗരജനങ്ങളും ജീവിക്കുന്നതു ദാരിദ്ര്യരേഖയ്ക്കു താഴെയാണ് എന്ന സൂചന നൽകുന്നു. 11. High rate of unemployment. Widespread unemployment is one of the most important reasons for India's underdevelopment. This is a very serious situation. This is a structural flaw in the economy. In 2004-05, according to the 61st round of NSSO, the daily unemployment rate was 8% among rural male workers and 7.5% among urban male workers. It is 8.7% among rural female workers and 11.6% among urban male workers. According to UPS, usual principal status, the unemployment rate at the national level is estimated at 5% during 2013-14. The unemployment rate was 4.9%. ഇന്ത്യയുടെ അവികസിതാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വ്യാപകമായ തൊഴിലില്ലായ്മ. ഇത് അതീവ ഗുരുതരമായ ഒരവസ്ഥയാണ്. സമ്പദ്വ്യവസ്ഥയുടെ ഘടനാപരമായ ഒരു ന്യൂനതയാണിത്. 2004 മുതൽ 05 വരെ NSSOയുടെ 61 സ്വരചിഹ്നം ആ റൗണ്ട് പ്രകാരം തൊഴിൽ ഇല്ലായ്മ നിരക്കിന്റെ ദൈനംദിനാവസ്ഥ ഗ്രാമങ്ങളിലെ പുരുഷ തൊഴിലാളികളിൽ 8%, നഗരങ്ങളിലെ പുരുഷ തൊഴിലാളികൾക്കിടയിൽ 7.5% ആണ്.
ഗ്രാമങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾക്കിടയിൽ ഇത് 8.7%, നഗരങ്ങളിലെ പുരുഷതൊഴിലാളികൾക്കിടയിൽ 11.6%, ആണ്. UPS പ്രകാരം യൂഷ്വൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റസ് ദേശീയ തലത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 5% മായി കണക്കാക്കിയിരിക്കുന്നു. 2013 മുതൽ 14 വരെ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.9%. ഇത്രയുമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ.